എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ ഈ ഒരു പേജിലേക്ക് ജോയിൻ ആവാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയൊരു പേജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ RRB NTPC എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഒക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അതുമല്ല നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പറാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു Y തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പറാണ് എല്ലാ ആളുകൾക്കും ഉള്ളതെന്ന് വിചാരിക്കണം. അപ്പോൾ ആ ഒരു നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം പിന്നെ നിങ്ങളുടെ ജനന തീയതിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കറക്റ്റായിട്ടോ അവിടെ പറഞ്ഞിട്ടുണ്ട്. പാസ്വേഡിന് പകരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ജനനത്തീയതി കൊടുക്കുന്നത്. സോ അവിടെ ആദ്യമേ ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ അത് ഡേറ്റ് ഇവിടെ ആദ്യമേ കൊടുക്കാൻ ഇവിടെ ഉണ്ട് ഓപ്ഷൻ. സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ അതിനുശേഷം മാസമാണ് കൊടുക്കേണ്ടത്. ദെൻ വർഷം, ഇയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം വർഷവും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ഈ ഒരു ക്യാപ്ച കോഡ് ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 247271 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ അതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലേക്കാണ് പോകുന്നത്. അത് കാണിച്ചു തരാം. അതിന് മുൻപ് ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കറക്റ്റ് ലിങ്ക് കൊടുത്തേക്കാം. ആ ഒരു ലിങ്ക് വഴി വേണം ഈ ഒരു പേജിലേക്ക് പോകാനായിട്ട്. ജസ്റ്റ് നമ്മുടെ ഫോൺ വഴി തന്നെ നമുക്ക് ആ ഒരു എക്സാം സെൻറ്റർ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അത്യാവശ്യം നമ്മൾ ആ കൊടുത്ത ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. ദെൻ നമ്മുടെ ജനനത്തീയതിയാണ് കൊടുക്കേണ്ടത്. ദെൻ ക്യാപ്ച കോഡ് കൊടുക്കുക. ഇനി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പേജ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പേജാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ പേര്, രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും ഇത് ലോഗിൻ ചെയ്യുന്ന സമയത്ത്. ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പരീക്ഷാ കേന്ദ്രം ഏത് ജില്ലയിലാണ് എന്നുള്ളതൊക്കെ നമുക്ക്, അതായത് എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നോക്കിയാൽ മതി. സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ പരീക്ഷാ കേന്ദ്രം വരുന്നത് എന്നുള്ളതും ഷിഫ്റ്റ് 1 ആണോ, ഷിഫ്റ്റ് 2 ആണോ, ഷിഫ്റ്റ് 3 ആണോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. അപ്പോൾ 3 ടൈമായിട്ടുള്ള രീതിയിലാണ് പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ പറയുന്നത് തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ കേട്ടോ. അടുത്താണ് നമ്മുടെ ഈക്വൽ ലെറ്റർ. ഇതാണ് നമ്മുടെ പരീക്ഷയുടെ ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷാ കേന്ദ്രം ഏത് സിറ്റി ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷ നടക്കുന്ന സ്കൂൾ ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് സിറ്റിയിൽ ഏത് സ്കൂളിലാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എക്സാം സെൻറ്റർ ഏതാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ചില വിദ്യാർത്ഥി അല്ലെങ്കിൽ ചില ഉദ്യോഗാർത്ഥികളുടെ ഈ ഒരു പ്രൊഫൈൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഈക്വൽ ലെറ്റർ വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് മാത്രമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. എന്ന് പറഞ്ഞ് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എക്സാം ഡേറ്റ് എന്നാ വരുന്നതെന്നുള്ളതൊക്കെ അതിൽ കൊടുത്ത് ഈ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് ഷിഫ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കി ഞാൻ എടുത്ത് കാണിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതിപ്പോൾ ചെയ്യേണ്ടത് കാര്യം മനസ്സിലായില്ല എന്താണെന്നുള്ളത്. ഇതിനിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കി കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. എക്സാമിന് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് മാർക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതൊക്കെ ഈ ഒരു ഈക്വൽ ലെറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം എക്സാമിന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.